ഹലോ ഗായ്സ്, 3200 രൂപയ്ക്ക് ഞാൻ കിഡ്സിന് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാസ്റ്റിക് വാർഡ്രോബിനെ കുറിച്ച് പറയാനാണ് ഇപ്പോൾ ഞാൻ വന്നത്. ഞാൻ വാങ്ങിയതാണ് കേട്ടോ, ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഏറെക്കുറെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒരേ റേറ്റ് തന്നെയാണ്. എൻ്റെ വീട്ടിൽ 3 കുട്ടികളുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ കുട്ടികളടക്കം 3 കുട്ടികളാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് വീട്ടിലിടാൻ ഒരുപാട് ഡ്രസ്സുകളൊക്കെ വാങ്ങാറുണ്ട്. മീൻസ് 3/4 ആണെങ്കിലും നിക്കറുകളാണെങ്കിലും ബനിയൻസ് ആണെങ്കിലും ഒക്കെ വാങ്ങാറുണ്ട്. പക്ഷെ ഇത് വാങ്ങി വെക്കല്ലാതെ ഇത് വെക്കാനുള്ളൊരു ഇടയില്ല. ശരിക്കും മെസ്സി പോലെയാണ് ഇപ്പോൾ. മാത്രമല്ല കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് 3-4 തവണയെങ്കിലും ഡ്രസ്സ് മാറും അവർ. അപ്പം എപ്പോഴും പിള്ളേർക്കാണെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റണത് ചില നേരത്ത് കുട്ടികൾ അയ്യോ ബനിയൻ കാണുന്നില്ല, നിക്കർ കാണുന്നില്ല, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഈ വാർഡ്രോബിനെ കുറിച്ചുള്ള സംഭവം, ഞാൻ പ്ലാസ്റ്റിക് വാർഡ്രോബ് ഞാൻ കണ്ടത് ശരിക്കും ആമസോണിൽ. ശരിക്കും ഞാനത് ഒരു വാർഡ്രോബ് വാങ്ങണം എന്നുള്ളൊരു ചിന്തയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എല്ലാത്തിനും വില കൂടുതലാണ്. നോക്കിയപ്പോൾ ഇത് അഫോർഡബിൾ ആണ്. ഇത് 3000 സംതിങ് 3200 സംതിങ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഞാനത് തന്നപ്പോൾ എനിക്ക് പറഞ്ഞാൽ വാങ്ങി നോക്കാം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. പക്ഷേ സംഭവം വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ബലമുണ്ട്. പിന്നെ ഡോർസൊന്നും അത്ര വലിയ എന്താ പറയുക, അത്ര ഡോർസൊക്കെ ശരിക്കും കാണാൻ വേണ്ടി വെച്ചേക്കണമെന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഷെൽഫുകൾ അത്യാവശ്യം നല്ല ബലത്തിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. ഞാനിത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് പിടിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് മൈൻഡിലില്ലായിരുന്നു. കാരണം ഞാൻ അത്രയും പ്രതീക്ഷയില്ല സ്വന്തമായിട്ട് എനിക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ, കാരണം അല്ലെങ്കിൽ ബ്രദറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ. പക്ഷേ ഇത് വന്നപ്പോൾ ഈസിയാണ് ഫിറ്റ് ചെയ്യാനായിട്ട്. ഇവരൊരു മരത്തിൻ്റെ ഹാമർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ മരത്തിൻ്റെ ഹാമർ കൊണ്ട് വേണം നമ്മളത് ഫിറ്റ് ചെയ്യാനായിട്ട്. അതിലൊരു റൗണ്ട്, ഇങ്ങനെ എഡ്ജിലൊക്കെ നമ്മൾ റൗണ്ട് കൊണ്ട്, ആ റൗണ്ടിൽ 4 പോർഷനുണ്ട്. 4 പോർഷനിലേക്കുമാണ് ഈ ഒരു ഓരോ ഷെൽഫിൻ്റെയും ഓരോ അറ്റം നമ്മൾ ഇറക്കി വെച്ചിട്ട് ഹാമർ കൊണ്ട് പതുക്കെ അടിച്ചടിച്ച് അത് ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യണം. അങ്ങനെ വേണം നമ്മൾ ഡോർസും വെക്കാനായിട്ട്. ഡോർസിന് ഓൾറെഡി ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. പക്ഷെ അതെനിക്ക് എങ്ങനെയാണ് വെക്കണതെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അത് ഞാൻ മാറ്റി വെച്ചേക്കാണ്. ബട്ട് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത്. പിന്നെ കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു ഭംഗി തോന്നാനായിട്ട് ഒട്ടിക്കാൻ സ്റ്റിക്കർ തന്നിട്ടുണ്ട്. ആ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു. അത്യാവശ്യം എനിക്ക് തോന്നി, എനിക്ക് വളരെ അഫോർഡബിളായിട്ട് തോന്നി, വളരെ അടിപൊളിയായിട്ട് തോന്നി. ഡോർസ് അത്ര ഇതല്ല, അതൊരു വെറുതെ വെച്ചേക്കാണ്. പിന്നെ പല്ലിയും പാറ്റേ കയറും ചോദിച്ചാൽ കയറും, കാരണം അത്രയും സ്പേസ് ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ എല്ലാ ഡ്രസ്സും അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ കുട്ടിയുടെ ഡ്രസ്സെല്ലാം അതിനകത്താണ്. പിന്നെ ഞാൻ 2 ഷെൽഫ് എടുത്ത് മാറ്റി. അപ്പോൾ എനിക്ക് 2 മറ്റേ ഹാങ്ങർ വെക്കാനുള്ളൊരു സ്ഥലമൊക്കെ കിട്ടി. പക്ഷെ എന്നാലും ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ എല്ലാ കുട്ടികളുടെ ഡ്രസ്സും അതിനകത്ത് ഓൾമോസ്റ്റ് ഫില്ലായി. അപ്പോൾ ഇത് ഓക്കെയാണ്.